வாங்க சார் வாங்க. எங்க சார் போகணும்? குதிரை வண்டி வேணுமா? வேணாம், வண்டி இருக்கு. അപ്പച്ചന്റെ ഒരു പരിചയക്കാരന്റെ വണ്ടി. എവിടെ പോണം സാറേ? നല്ല മലയാളി ലാഡ്ജ് ഉണ്ട്, കുളിக்கிறதுக்கு நல்ல தண்ணி, மலையாளி சாப்பாடு. என்ன சார் பாக்குறீங்க? பேடிக்கണ്ട, உங்களோட பைசா ஒன்றும் கூடுதல் மேடிக்கல. வாங்க இறங்கு சார். நம்ம ராமையா வண்டி வரலையா? ஓ, நீங்க அவரை பாக்குறீங்களா? அவருன்னு வரல சார். எங்க சார் போனோம்? அந்த விகே மில்ஸ் பக்கத்துல. அப்படிங்களா? வாங்க போலாம். பாப்பா. என்னடா நான் வரமாட்டேன்னு நினைச்சியா? இவரு நம்ம ஆனா தெரியாதா உனக்கு? ராமையா விட. ഞാൻ 3 ദിവസമായിട്ട് കാത്തു നിനക്ക് അറിയോ? அது எனக்கு எப்படி தெரியும்? உனக்கு தெரியாதா? டேய் ஓவராயிட்டு பேச வேண்டாம். பிச்சிடுவே பிச்சி. என்ன வரட்ட? என்ன நீ என்ன? ராமையா மாறான். அப்படி இந்த பெட்டி. நான் போய் திருப்பி வரேன். அப்ப பாப்பேன். என்னடா நீ முறைச்சு பாக்குறே? இது புடி புடி. இங்கோட வர. என்ன? ஓயா. நீ போடா. பெட்டி கூட. பழனி எனக்கு என்ன புரிச்சா? ஆயி ஜீவன் தான் என்ன ஒண்ணும் பண்ண மாட்டேன். ஆனா இந்த கழுதைக்கு தெரியாது. ഓടാ പോ. ഇതാണ് രാമയ്യൻ, മലയാളിയാ. രാമൻ എന്നാ ശരിക്കുള്ള പേര്. ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി. ഇന്നലെ കാബേജ് എത്ര ലോഡ് വന്നു രാമയ്യ? കാസിംബായിക്ക് 2 ലോഡ്, PRPക്ക് 4 ലോഡ്. പിന്നെ ദിണ്ടുകലിൽ തക്കാളി വന്നിരുന്നോ? അത് ഞാൻ നോക്കിയില്ല. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് മുരുകനുള്ള വേണ്ടിക്കാണമ്മ. വേണ്ടിക്കാന്ന് വെച്ചാ വഴിപാട്. എന്താ അമ്മച്ചി? പള്ളിയിലേക്ക് നേർച്ച. என்னங்கடி விளையாடுறீங்களா? ஒரு நிமிஷம் அப்படி போயிட்டு வந்தா உடனே கொடுத்த மாத்திடுவீங்களா? என்ன ஏமாத்தல நினைப்பா? அம்மா அவங்க வந்துட்டாங்க. ഇവളാണ് കാവേരി. അതാ ഇവളുടെ വീട്. അയ്യോ പെട്ടിക്ക് ഞാൻ എടുത്തോളാം ചേച്ചി. അതെല്ലാം അവൾ എടുത്തു വെച്ചോളൂ. നീ ഉള്ളപ്പോ അമ്മ നീ മോനെ വാ. പപ്പിനി മാർക്കറ്റിൽ പോയോടി? എനിക്കറിഞ്ഞിട്ട് ചെന്ന് നോക്ക്. ഈയിടെയായിട്ട് തറുതല പ്രസിൽ കുറച്ച് കൂടുന്നുണ്ട്. അടിയുടെ ചൂട് കമ്മിയാച്ചല്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കാര്യം ഉണ്ടായിട്ട് നീ ചെന്ന് സാറിനോട് വരാൻ പറ. മനസ്സിലായി. സാറിന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് കാലത്ത് തുടങ്ങാനല്ലേ? കുതിരയ്ക്ക് പുല്ല് മേടിച്ചു കൊടുക്കാനടി കഴുതേ. വൈകുന്നേരം വരയ്ക്കുള്ള പുല്ല് തൊട്ടിയിലുണ്ട്. നീ എന്റെ അപ്പനല്ല, ഞാൻ നിന്റെ അപ്പനാ. പറയണത് അങ്ങനെ കേട്ടാ മതി. ഇല്ല, ഒറ്റ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറയും. ഓ എടി കുടിക്കാനല്ല, നിന്നാണ് സത്യം. മതി മതി, ഈ സത്യമൊക്കെ കുറെ ഞാൻ കണ്ടതാ. എന്തിനാ 10ഉം 11ഉം ഒക്കെ? ഇങ്ങനെ ഒരെണ്ണം പോരെ തന്തേനെ തിന്നാൻ. 750 രൂപ വാടക ഇത്തിരി കൂടുതലല്ലേ? കൂടുതലോ?
ഇപ്പൊ ഇതുപോലെ സൗകര്യത്തിന് ഒരു വീട് കിട്ടണമെങ്കിൽ 1500 2000 കൊടുക്കണം. ഇതേ നമ്മുടെ നാടല്ല. അടുക്കള എവിടെയാ? ദേ അവിടെ. പിന്നെ ഒക്കെ ഇഷ്ടപ്പെട്ടോ? എനക്കൂടി നീയേ കുളിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ശരി എന്നാ. ചേച്ചി എവിടെ? അടുക്കളയിലോട്ട് പോയി. അയ്യോ, അത് ഞാൻ വെച്ച് മറന്നതാ. ചേച്ചി കുളിക്കണ്ടേ? ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ആ നീ വേഗം പോയി കുറച്ച് പാല് വാങ്ങിച്ചോണ്ടോ. അപ്പൊ കുളിക്കാൻ വെള്ളം കൊണ്ടുവരണ്ടേ? നിന്റെ അമ്മയില്ലേ അവിടെ? അമ്മ വെള്ളം പിടിക്കാൻ പോയിരിക്കാം. ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? ശരി എന്നാ. അപ്പൊ പാലിക്ക് ദുഡ്? ഒരു തട്ട് വെച്ചാൽ ഞാൻ മലയാളത്തിൽ പാടി. കാശ് കാശ് ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്, പോയി എടുത്തോ. ശരി. കുളിക്കാനുള്ള വെള്ളം ഇപ്പൊ കൊണ്ടുവരും. നീ സാരി ഒക്കെ ഒന്ന് മാറി കുളിച്ച് റെസ്റ്റ് എടുക്ക്. അടുക്കള പണി എല്ലാം അവള് നോക്കിക്കോളും. മക്കളെന്തേ? അതുണ്ട്. അയ്യോ, അവരെ കുളിപ്പിക്കണം. ചേച്ചിക്ക് ടീയാ കാപ്പിയാ? എല്ലാവർക്കും ചായ അപ്പൊ ടീത്തോള് മേടിക്കണം. വാങ്ങിച്ചോ. വേറെ അടുക്കളയിലേക്ക് എന്താ ആവശ്യം വെച്ചാൽ അതൊക്കെ വാങ്ങിച്ചു. എപ്പോഴെപ്പോഴും ഉണ്ടല്ലോ. തൽക്കാലം ടീത്തോള് മാത്രം മതി. ആ എന്നാ ചെല്ല്. ഓ ഇതെന്താ ഈ ടീത്തോള്? ചായപ്പൊടി, നമ്മുടെ ചായപ്പൊടി. പിന്നെ അടിച്ചു വാരാനും വെള്ളം കൊണ്ടുവരാനും ഒക്കെ ഒരു കൊച്ചു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പെണ്ണായിരിക്കുമെന്ന്. ഇത് കൊച്ചൊന്നല്ല കേട്ടോ. ആ ഇപ്പൊ വെള്ളം വരത്തില്ല. അതിനൊക്കെ ചില സമയമുണ്ട്. അതിനൂടെ കുളമില്ലടാ. ആ വരണത് ഞാൻ കണ്ടു. പൈപ്പിൽ വെള്ളം നിൽക്കാറായതുകൊണ്ട് കിട്ടണ വരെ പിടിച്ചു വെക്കാന്ന് കരുതി. ആഹാ, മക്കളെ അമ്മമ്മ അറിയുവോ? അവള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട്. അതെ, ഞാൻ കാവേരിയുടെ അമ്മയാ. പേര് ജാനകി. കുളിച്ചോളൂ, ഞാൻ കണ്ണി കൊണ്ടുതരാം. അവര് മലയാളിയാണല്ലേ? ആ കണ്ടാ തോന്നിയില്ല. ആ അതാണ്. ഇവിടെ ഒരു കൊല്ലം അടുപ്പിച്ച് നിന്ന ഏത് മലയാളിയും തനി തമിഴനാവും. ആ എന്നാ ജോസണ്ണാച്ചി പോയി കുളിച്ചാട്ടെ. അല്ല നീ എന്തുകൊണ്ട് പറയാൻ വന്നേ? ആ വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ ബ്രഷ് എടുത്തോണ്ട് വരാൻ മറന്നുപോയി. എന്നാ എന്റെ ബ്രഷ് എടുത്ത് വെച്ചോ. അയ്യടാ, കയ്യടാ. എന്റെ ബ്രഷ് വെച്ച് തേച്ചാ പല്ല് വിളിക്കൂലേ? വെളുക്കും വെളുക്കും. കറക്കാതിരുന്നാ ഭാഗ്യം. നീ പല്ല് തേച്ചില്ലെങ്കിലും നിന്റെ ഭാര്യയെ തേപ്പിക്കണമെന്നാണല്ലോ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. ആ അതെ, കർത്താവ് സിഗരറ്റ് വലിക്കാത്തോണ്ടായിരിക്കും. അയ്യോ ഞാനതിനോട് പറഞ്ഞില്ലല്ലേ, ഞാൻ വരി നിർത്തി. ഓ നിർത്തും. നീ എന്റെ പല്ലൊന്ന് നോക്കി. നല്ല മുല്ലപ്പൂ പോലില്ലേ?